ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കുമെന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കി. മാർപ്പാപ്പയോടുള്ള ആദരസൂചകമായി വൈറ്റ് ഹൗസ് ഉൾപ്പെടെ ദേശീയ പതാകകൾ പകുതി താഴ്ത്തിക്കെട്ടാൻ ട്രംപ് ഉത്തരവിട്ടിരുന്നു. 284 യാത്രക്കാരുമായി ഫ്ലോറിഡ വിമാനത്താവളത്തിൽ നിന്നും ടേക്ക് ഓഫിന് തയ്യാറായി റൺവേയിലേക്ക് എത്തിയ ഡെൽറ്റ എയർലൈൻ വിമാനത്തിൽ തീ പടർന്ന് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കി. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സംഭവം. ഫ്ലോറിഡയിലെ ഓർലാൻഡോ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ചുണ്ടായ സംഭവത്തിൽ യാത്രക്കാർക്ക് ആർക്കും പരിക്കുകളില്ലെന്ന് എല്ലാവരും സുരക്ഷിതരായിരിക്കുമെന്നും ഡെൽറ്റ എയർലൈൻസ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഓർലാൻഡോയിൽ നിന്നും അറ്റ്ലാന്റയിലേക്ക് പോകിയ തയ്യാറെടുപ്പിന് ഡെൽറ്റ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 1213 എഞ്ചിനിലാണ് തീ പടർന്നത്. വിമാനത്തിന്റെ രണ്ടാമത്തെ എഞ്ചിനിലാണ് തീപിടുത്തമുണ്ടായതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ബുധനാഴ്ച പൊതുദർശനത്തിന് വെക്കും. മാർപ്പാപ്പ താമസിച്ചിരുന്ന സാന്താ മാർത്ത ഹോസ്റ്റലിലാണ് നിലവിൽ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്നത്. വത്തിക്കാനിലുള്ള കർദിനാൾമാർ ഇവിടെ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തുകയാണ്. ബുധനാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയോടെ ഭൗതിക ശരീരം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എത്തിക്കും. അതേസമയം സംസ്കാര സമയം ഉൾപ്പെടെ തീരുമാനിക്കാനായി ഇന്ന് ഉച്ചയ്ക്ക് 12:30 സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിലവിൽ ഉള്ള കർദിനാൾമാരുടെ യോഗം ചേർന്നിരുന്നു. ലോമേനിൽ തീപിടുത്തം. മലയാളി വിദ്യാർത്ഥികൾ താമസിച്ചിരുന്ന വീട് കത്തി നശിച്ചു. 13 വിദ്യാർത്ഥികളാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. വിദ്യാർത്ഥികളുടെ പാസ്പോർട്ട് അടക്കം രേഖകളും വസ്ത്രങ്ങളും പുസ്തകങ്ങളും എല്ലാം കത്തി നശിച്ചു. വൻ പ്രതിസന്ധിയിലാണ് വിദ്യാർത്ഥികൾ. മാറി ധരിക്കാൻ പോലും വസ്ത്രമില്ലെന്ന് എംബസിക്കും കേരള സർക്കാരും സഹായിക്കണമെന്നും വിദ്യാർത്ഥികൾ അഭ്യർത്ഥിച്ചു. കോട്ടയം തിരുവാതിക്കലിൽ വ്യവസായി ഭാര്യയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കോട്ടയം തിരുനക്കര ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ വിജയകുമാറും ഭാര്യ മീരയുമാണ് മരിച്ചത്. ഇന്ന് രാവിലെ 8:45 വീട്ടുവേലക്കാരി എത്തിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദേശീയപാതയുടെ വശത്തെ കുഴിയിലേക്ക് ബുള്ളറ്റ് ഗ്യാസ് ടാങ്കർ ചെരിഞ്ഞു. ഗ്യാസ് ചോർച്ചയുണ്ടാകാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. ചാത്തന്നൂർ തിരുമുക്ക് ജംഗ്ഷനിൽ തിങ്കളാഴ്ച പുലർച്ചെ 1:30 സംഭവം. പശ്ചിമ ബംഗാളിൽ അയൽവാസിയെ കൊലപ്പെടുത്തിയ ശേഷം മുങ്ങിയ പ്രതി കേരളത്തിൽ പിടിയിൽ. പശ്ചിമ ബംഗാൾ സ്വദേശി ജെന്നി റഹ്മാനാണ് പിടിയിലായത്. വടകര ചെമ്പാലയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഇവർ ഇവിടെയുണ്ടെന്നുള്ള വിവരം ലഭിച്ചതോടെ ബംഗാൾ പോലീസ് വടകര പോലീസിന്റെ സഹായം തേടുകയായിരുന്നു. അയൽവാസിയെ അടിച്ചു കൊലപ്പെടുത്തിയ ഇയാൾ അമ്മയും കൊണ്ട് കേരളത്തിലേക്ക് മുങ്ങുകയായിരുന്നു. അമ്മയും കേസിൽ പ്രതിയാണ്. 1 വർഷം മുമ്പാണ് കൊലപാതകം നടന്നത്. പിന്നീട് നിർമ്മാണ തൊഴിലാളിയായി ഇവർ കേരളത്തിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. എടക്കരയിൽ ഭിന്നശേഷിക്കാരിയായ യുവതിയെ പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. വഴിക്കടവ് മരുത കാഞ്ഞിരത്തിങ്കൽ വെള്ളാരക്കുന്നിലെ പടിക്കൽ സുരേഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച പകലാണ് സംഭവം. യുവതി പാത്രങ്ങൾ കഴുകുന്നതിനിടെ പിറകിലൂടെ വന്ന പ്രതി യുവതിയെ കടന്നു പിടിച്ച് വീടിനകത്തേക്ക് കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. വിവരം പറഞ്ഞ യുവതിയുടെ ഭർത്താവും ബന്ധുക്കളും പോലീസിൽ പരാതി നൽകി. തുടർന്നാണ് പ്രതിയെ പിടികൂടിയത്. സുരേഷ് ലഹരി ഉപയോഗിക്കുന്നയാളും നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടയാളാണെന്നാണ് വഴിക്കടവ് പോലീസ് പറയുന്നത്. കോഴിക്കോട് രാമനാട്ടുകരയിൽ നിയന്ത്രണം വിട്ട കാർ പോലീസ് ജീപ്പിലിടിച്ച് തലകീഴായി മറഞ്ഞു. ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. 2 പോലീസുകാർക്കും 2 യാത്രക്കാർക്കും പരിക്കേറ്റു. രാമനാട്ടുകര നിസ്സര ജംഗ്ഷനിൽ വെച്ചാണ് അപകടമുണ്ടായത്. ഇടിയുടെ ശക്തിയിൽ കാർ തലകീഴായി മറഞ്ഞു. മലപ്പുറം പൊന്നാനിയിൽ നിന്ന് 15 വയസ്സുകാരായ 3 ആൺകുട്ടികളെ കാണാനില്ലെന്ന് പരാതി. ഞായറാഴ്ച മുതലാണ് 3 പേരെയും കാണാതായത്. കുട്ടികളെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഇവരെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. സ്വന്തം വീടിന് തീയിടുകയും വീട്ടിലുണ്ടായിരുന്ന ഇരുചക്ര വാഹനങ്ങൾ അഗ്നിക്കിരയാക്കുകയും ചെയ്യുന്നതിനിടെ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. വെങ്ങാനൂർ അംബേദ്കർ ഗ്രാമം കൈപ്പള്ളിക്കുഴി രേവതി ഭവനിൽ കൃഷ്ണൻകുട്ടിയാണ് ഇന്ന് മരിച്ചത്.
കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. വഴക്കിനിടെ പ്രകോപിതനായ കൃഷ്ണൻകുട്ടി തന്റെ മുറിക്ക് തീയിടുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് തീ അണച്ചത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.